കുഴിനഖം ചികിത്സിക്കാൻ സർക്കാർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നടപടിയിൽ ചീഫ് സെക്രട്ടറിക്ക് അതൃപ്തി. പ്രാഥമിക അന്വേഷണം നടത്താൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, എന്താണ് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം? വേണു, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം. തിരുവനന്തപുരം ജനറൽ ആശുപത്രി സർജനെയാണ് കുഴിനഖം ചികിത്സിക്കാനായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയത്. ഈ വിവരം KGMO, അതായത് സർക്കാർ ഡോക്ടേഴ്സിന്റെ സംഘടന അറിയുന്നത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. അത് അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പരാതിയും ഒപ്പം പ്രതിഷേധവുമായി KGMO രംഗത്തെത്തി. ഈ പരാതിയും പ്രതിഷേധവും ആദ്യം റിപ്പോർട്ട് ചെയ്തത് 24 ആണ്. 24 ആണ് ആ വാർത്ത പുറത്തുവിടുന്നത്. ആ വാർത്തയിൽ ഒരു ഉന്നതതല ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ഈ നടപടിയിൽ ചീഫ് സെക്രട്ടറി വേണുവിന് അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ KGMO ഇതുമായി ബന്ധപ്പെട്ട പരാതി ചീഫ് സെക്രട്ടറിക്ക്, ആരോഗ്യവകുപ്പ് മന്ത്രിക്ക്, ഒപ്പം റവന്യൂ വകുപ്പ് മന്ത്രിക്കടക്കം നൽകിയിരുന്നു. ഈ തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പരാതി. ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ ചീഫ് സെക്രട്ടറി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിനോട് നിർദ്ദേശിച്ചിരുന്നു. അതിന്മേൽ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജൻ, ഒപ്പം സൂപ്രണ്ട്, അതുപോലെ തന്നെ DMO അടക്കമുള്ളവരോട് ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെയും അതായത് 3 മാസം മുമ്പും തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് സമാനമായ അനുഭവം ഉണ്ടായതായി DMO പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കാരണം പേരൂർക്കട ആശുപത്രിയിൽ നിന്ന് സമാനമായി ഇതുപോലെ ഒരു ഡോക്ടറെ വിട്ടു നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഇക്കാര്യങ്ങൾ, അതായത് DMO അടക്കമുള്ളവർ വ്യക്തമാക്കിയതായാണ് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും ആ പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുകയാണ്. വേണു, അലക്സ് മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.